സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള സൈബർ ആക്രമണവും അധിക്ഷേപവും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനും മാനസികമായി തകർക്കാനും സൈബർ കഴുകന്മാർ കൂട്ടത്തോടെ ഇറങ്ങും. വനിതകളായ സെലിബ്രിറ്റികളും സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് ഇതിൻ്റെ ഇരകളാകുന്നവരിൽ കൂടുതലും. സാധുക്കളായ പെൺകുട്ടികൾ ഇത്തരം ആക്രമണങ്ങളിൽ മാനസികമായി തകർന്നു പോകാം. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ മനംനൊന്ത് തിരുവനന്തപുരത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ഒരു +2 വിദ്യാർത്ഥിനി ജീവനൊടുക്കിയെന്ന വാർത്ത കേട്ടു. ആദിത്യ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസറാണ് തിരുവനന്തപുരം തിരുമലയിലെ +2 വിദ്യാർത്ഥിനിയായ ആദിത്യ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന പെൺകുട്ടിക്ക് നിരവധി ആരാധകരുണ്ട്. നെടുമങ്ങാട് സ്വദേശിയായ ഒരു യുവാവുമായി അവൾ സൗഹൃദത്തിലായിരുന്നു. അയാൾക്കൊപ്പമുള്ള റീൽസുകളുമായി ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ സൗഹൃദം അവസാനിപ്പിച്ചു. പിന്നാലെ പെൺകുട്ടിക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം. ഇതിൽ മനംനൊന്ത് അവൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു. ചികിത്സയിലിരിക്കെ ആദിത്യ മരണത്തിന് കീഴടങ്ങിയെന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ പകൽ കേൾക്കാൻ കഴിഞ്ഞത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിൽ ചിലർ വീടിനുള്ളിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നത് കൊച്ചുകുട്ടികളും സ്ത്രീകളുമാണ്. ഇത് കുരുന്നു മനസ്സുകളിൽ ഏൽക്കേണ്ടി വരുന്ന മുറിവുകൾ ഉണങ്ങാൻ ചിലപ്പോൾ ദീർഘനാൾ വേണ്ടിവരും. കൊല്ലം കുണ്ടറയിൽ 10 വയസ്സുകാരിയായ മകളെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചത് മദ്യലഹരിയിലാണ്. പരാതിക്ക് പിന്നാലെ കുണ്ടറ സ്വദേശി ഷിബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തികഞ്ഞ മദ്യപാനിയായ ഇയാൾ സ്വന്തം മുത്തച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. അമ്മയുടെ അച്ഛനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഷിബു. കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇയാൾക്കെതിരെ മറ്റൊരു കേസ് കൂടി ചുമത്തപ്പെട്ടിരിക്കുന്നത്. 10 വയസ്സുകാരിയായ മകളെ ലഹരിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. തോളല് പൊട്ടിയതടക്കം ഗുരുതരമായി പരിക്ക് പറ്റിയ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച ഉച്ചയോടെ ഷിബു സുഹൃത്തുക്കളുമൊത്ത് വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു. തുടർന്ന് കട്ടിലിൽ കിടന്ന വസ്ത്രം മടക്കി വയ്ക്കാത്തത് എന്താണെന്ന് ചോദിച്ച കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അച്ഛൻ ചോദിച്ച് തുണി മടക്കാത്ത എന്താണെന്ന് ചോദിച്ച് അടിച്ച് കതവി കൊണ്ടുവന്ന് തലയൊക്കെ ഇടിപ്പിച്ച് പിന്നെ തോളത്ത് ചവിട്ടി പിന്നെ ഒറ്റക്കാലി പിടിച്ച് നിലത്ത് കുത്തി. അമ്മ ജോലിക്ക് പോയിരുന്നു. ഞാനും അനിയത്തിയും അച്ഛനും ഉള്ളായിരുന്നു. ഉണ്ടായിരുന്നു. ഈ സമയം കുട്ടിയും അനുജത്തിയും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. മർദ്ദന വിവരം പുറത്തു പറയരുതെന്ന് പറഞ്ഞ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മാതാവ് പറയുന്നു. ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ കടയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത്. അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങളെ ഉപദ്രവിക്കും ഇതിൻ്റെ പേരും പറഞ്ഞ്. അങ്ങനെ ഞാൻ കള്ളത്തരം പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റേഷനിൽ പോയത്. നേരത്തെ കഴിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ 2-3 വട്ടം ഞാൻ കൊണ്ടുവന്ന് ഇതേണക്ക് കുണ്ടറ സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. അന്ന് മക്കളുമായിട്ട് വന്ന് മക്കളെ കൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ല എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അമ്മ വെറുതെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിച്ച് അവിടുന്ന് ഒത്തീർപ്പാക്കി അവർ വിടും. ഷിബു പ്രതിയായ കേസിൽ ഏകദൃക്സാക്ഷിയാണ് മർദ്ദനമേറ്റ 10 വയസ്സുകാരി. മൊഴി മാറ്റി പറയാൻ വേണ്ടിയാണോ കുട്ടിയെ മർദ്ദിച്ചതെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിലെ പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം അമിതമായ മദ്യപാനവും സംശയരോഗവുമാണ്. മദ്യപിച്ച് ലക്കുകെട്ട് ഭർത്താക്കന്മാരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരകളാകുന്ന ഒട്ടേറെ സ്ത്രീകളും യുവതികളും നമ്മുടെ ഇടയിലുണ്ട്. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയായ നസീമ ഇങ്ങനെ ആക്രമണം നേരിടാൻ തുടങ്ങിയിട്ട് നാളേറെയായി. കഴിഞ്ഞ ദിവസം മറവൂർ സ്വദേശിയായ ഷമീർ മദ്യലഹരിയിൽ ഭാര്യയെ ക്രൂരമായി ആക്രമിച്ചു. പിന്നാലെ ഭാര്യ വീട്ടിലെത്തി സ്വന്തം കാറിന് തീ കൊളുത്തി. നാട്ടുകാരും പോലീസും ചേർന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്.
താമരശ്ശേരി കരിങ്ങമണ്ണയിൽ താമസിക്കുന്ന മടവൂർ ആരാമ്പ്രം പേരങ്കണ്ടി ഷമീറാണ് മദ്യലഹരിയിൽ അഴിഞ്ഞാടിയത്. ഭാര്യ നസീമയെ ഇയാൾ പതിവായി ആക്രമിക്കാറുണ്ട്. ഇതേ തുടർന്ന് ഭാര്യ വീട്ടുകാരിടപെട്ട് അടുത്തിടെയാണ് കരിങ്ങമണ്ണയിൽ വീട് നിർമ്മിച്ചത്. രാവിലെ ഭാര്യയുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ നസീമയുടെ വീട്ടിലെത്തിയപ്പോൾ ഷമീറിന്റെ പരാക്രമമാണ് കണ്ടത്. നസീമയെ ക്രൂരമായി മർദ്ദിച്ച ഇയാൾ വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്തു. പരിക്കേറ്റ നസീമയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ കാറുമായി പുറപ്പെട്ട ഷമീർ പല വാഹനങ്ങളിലും ഇടിച്ചതായും പോലീസ് പറയുന്നു. തുടർന്ന് കൂടത്തായിലെ ഭാര്യ വീട്ടിലെത്തി. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്ന് തീ കൊളുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് ഇയാൾ കയ്യിലുണ്ടായിരുന്ന മദ്യം സ്വന്തം കാറിന് മുകളിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. നാട്ടുകാർ പ്രതിയെ വീടിന്റെ തുണിൽ കെട്ടിയിടുകയും കോടഞ്ചേരി പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിക്കെതിരെ കുന്നമംഗലം, മുക്കം പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലവിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 താമരശ്ശേരി. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ പലരും നാള് നോക്കാറുണ്ട്. കുട്ടികളുടെ ജനന സമയം കുടുംബത്തിന് ദോഷമുണ്ടാക്കുമെന്ന് ചില അന്ധവിശ്വാസികൾ കരുതും. തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ്. അതിൻ്റെ പേരിൽ കൊച്ചുകുട്ടികളെ വരെയും കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. തമിഴ്നാട് അരിയല്ലൂരിലാണ് 38 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെ മുത്തശ്ശൻ കൊലപ്പെടുത്തിയത്. ചിത്തിര മാസത്തിൽ ജനിച്ച കുട്ടി കുടുംബത്തിന് ദോഷമാണെന്ന് വിശ്വസിച്ചായിരുന്നു കൊലപാതകം. സംഭവത്തിൽ മുത്തശ്ശൻ അറസ്റ്റിലായി. ജ്യോതിഷിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദിവസം മുൻപാണ് കുഞ്ഞിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മുത്തച്ഛനും കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ശുചിമുറിയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നെന്ന് വ്യക്തമായത്. പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ മുത്തച്ഛൻ വീരമുത്തു കുറ്റം സമ്മതിക്കുകയായിരുന്നു. 58-കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിത്രമാസത്തിലുണ്ടായ കുട്ടി കുടുംബത്തിന് ദോഷമാണെന്ന അന്ധവിശ്വാസത്തെ തുടർന്നായിരുന്നു കൊലപാതകം. ജ്യോതിഷിയുടെ ഉപദേശമനുസരിച്ചാണ് കൊല നടത്തിയതെന്ന് വീരമുത്തു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ജ്യോതിഷിക്കെതിരെയും പോലീസ് കേസെടുത്തു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുടുംബത്തിലെ മറ്റാർക്കും കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ചെന്നൈ. പോലീസിന്റെ വീഴ്ചകളും കുറ്റങ്ങളും തുറന്നു കാട്ടുന്നതിനൊപ്പം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ വെല്ലുവിളിയും ഭീഷണിയും നിറഞ്ഞ സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത്. പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ആക്രമണവും വധശ്രമവും ഒക്കെ ഉണ്ടാകാം. പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ SIയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ മുഖ്യപ്രതി അലനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ കൂട്ടുപ്രതി ഒറ്റപ്പാലം സ്വദേശി അജീഷും പോലീസിന്റെ പിടിയിലാണ്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനം ഇടിച്ചതെന്ന് FIRൽ പറയുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് തൃത്താലയിൽ നിർത്തിയിട്ടിരുന്ന വാഹനം പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് SIയെ കാർ പിന്നിലേക്കെടുത്ത് ഇടിച്ചു പരിക്കേൽപ്പിച്ചത്. കേസിലെ 2ാം പ്രതിയെയും പോലീസ് പിടികൂടി. കാർ ഓടിച്ചിരുന്ന അലന്റെ സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് തൃത്താല പോലീസിന്റെ പിടിയിലായത്. അപകടത്തിന് ശേഷം രക്ഷപ്പെട്ട അജീഷിനെ തൃശൂരിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാറിൽ അലനും അജീഷും ലഹരി കൈമാറുന്നതിനിടെയാണ് പോലീസ് വാഹന പരിശോധനയ്ക്ക് എത്തിയതെന്നായിരുന്നു ആദ്യം പിടിയിലായ അലന്റെ മൊഴി. മദ്യപിക്കുകയായിരുന്നെന്ന് പിന്നീട് മൊഴി മാറ്റി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ SIയുടെ ശരീരത്തിലേക്ക്
വാഹനം ഇടിച്ചു കയറ്റിയെന്നാണ് എഫ്ഐആറിലുള്ളത്. കൊലപാതക ശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി 5 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ തൃത്താല ഗ്രേഡ് SI PK ശശികുമാർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മദ്യപിച്ചതിന് ശേഷം പറയുന്നത് ഒരു സൊസൈറ്റി ഇരിക്കാൻ വന്നു എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നില്ല. ഇതിൽ 1-ാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ്. തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അതിനിടെ കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ DYSP PC ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. മദ്യപിച്ച ശേഷം വിശ്രമിക്കാനായാണ് വെള്ളിയാങ്കലിലെത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. ജോലി സ്ഥലത്തെ വെല്ലുവിളിയും ഭീഷണിയും പോലെ പോലീസുകാർ നേരിടുന്ന തൊഴിൽ ചൂഷണവും മേലുദ്യോഗസ്ഥരുടെ പീഡനവും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതേ തുടർന്നാണ് പോലീസുകാർക്കിടയിൽ ആത്മഹത്യയും ചിലർ ജോലി തന്നെ രാജിവെച്ച് പോകുകയും ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നാടുവിട്ടത് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ്. വീട്ടുകാർ പരാതി നൽകിയതിന് പിന്നാലെ ഗ്രേഡ് SI ആയ രാജേഷ് തിരികെ എത്തി. എന്നാൽ തിരോധാനത്തിൻ്റെ കാരണമെന്താണെന്ന് വ്യക്തമായിട്ടില്ല. അയർക്കുന്നം സ്വദേശിയായ ഗ്രേഡ് SI രാജേഷിനെയാണ് ഈ മാസം 14 മുതൽ കാണാതായത്. 14-ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ശേഷം രാജേഷ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയത്. ഇന്നലെയാണ് ഈ പരാതി നൽകിയത്. അതായത് പോലീസിൽ ഉള്ള തൻ്റെ മാതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവധി വേണം, ദീർഘാവധി വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ അധികൃതർ ഇത് നൽകിയില്ല. മാത്രവുമല്ല മറ്റ് ചില മെമ്മോകൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില അസ്വാരസ്യങ്ങളും ഈ ഇദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്ന പരാതി. എന്തായാലും ഇന്ന് രാവിലെ നേരെ വീട്ടിലൊന്നും പോകാതെ നേരെ ഇവിടേക്ക് തന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടേക്ക് തന്നെ നേരിട്ട് എത്തുകയായിരുന്നു. ഇദ്ദേഹം ഹാജരായത് പ്രകാരം ഈ പരാതി ഉള്ളത് കൊണ്ട് തന്നെ അയർക്കുന്നം പോലീസ് ഇദ്ദേഹത്തെ വിളിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മാറി നിന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പോലീസിൽ ഇക്കാര്യത്തെക്കുറിച്ചൊരു ആഭ്യന്തര അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പോലീസ് സേനയിലെ സമ്മർദ്ദം മൂലം ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നതും ഇടയ്ക്ക് മാറി നിൽക്കുന്നതും ഒക്കെ വലിയ വാർത്തകളാകുന്നു. അവധി അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന നിർദ്ദേശമടക്കം DGPയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടി എന്തുണ്ടാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. മാട്രിമോണിയൽ സൈറ്റുകൾ വഴി നിരവധി വിവാഹ തട്ടിപ്പുകൾ നടക്കാറുണ്ട്. തൃപ്പൂണിത്തുറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദ് ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ വിവാഹ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇയാൾ മലപ്പുറം കോട്ടക്കൽ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടിയെടുത്തു. പരാതിക്ക് പിന്നാലെ ഒളിവിലായിരുന്ന പ്രതിയെ കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പേരുകളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയായിരുന്നു വിവാഹ തട്ടിപ്പുകൾ. മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വിവാഹാലോചന നടത്തുകയും വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടുകയുമാണ് പ്രതി ചെയ്തിരുന്നത്. കാടാമ്പുഴ പിലാത്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശിനിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് തൃപ്പൂണിത്തുറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ പോലീസ് പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ DYSP VV ബെന്നിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ്. തിരുവനന്തപുരം കിളിമാനൂരിൽ സിയാദ് എന്ന പേരിൽ ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചു വരുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. പലതരം മാട്രിമോണിയിലൂടെയും ഇതിൻ്റെ അഡ്രസ്സ് വിവാഹം കഴിക്കാൻ അതിനുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ഈ വരുന്ന ആൾക്കാരെയൊക്കെ പലവിധ പേരുകളിൽ പല സിമ്മുകളിലായിട്ടാണ് ഇവൻ ഇതിലെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ചെറിയ സമയം കൊണ്ട്
വലിയ സംഖ്യകൾ വാങ്ങിച്ചിട്ടാണ് ഇതിനത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവന് ഇപ്പം നമ്മുടെ കേസിൽ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പേരുകളിൽ വ്യാജ പ്രൊഫൈലുണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്ത്രീകളിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയിട്ടുള്ളതായി പോലീസ് പറയുന്നു. ഓരോ തവണയും ഓരോ സ്ത്രീകളെ വിളിക്കുന്നതിനായി പുതിയ സിം കാർഡാണ് ഉപയോഗിച്ചിരുന്നത്. നിലവിൽ 10ഓളം സ്ത്രീകളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. മെട്രോ നഗരമായ കൊച്ചി സദാസമയം പോലീസിന്റെ നിരീക്ഷണമുള്ള സ്ഥലമാണ്. എന്നാൽ പോലീസിന്റെ മൂക്കിൻ തുമ്പത്തും കള്ളന്മാർ വിലസുകയാണ്. കൊച്ചിയുടെ നഗരഹൃദയമായ പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് 2 അംഗ കവർച്ചാ സംഘം മോഷണം നടത്തിയത് വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു. മാരകായുധങ്ങളുമായി എത്തിയ 2 ഇതര സംസ്ഥാനക്കാരാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറയുന്നു. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ തൊട്ട് സമീപത്താണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രവിപുരം അറ്റ്ലാന്റിസ് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന സ്റ്റീഫൻ ലൂയിസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മകനെ കാണാൻ കുടുംബം മുംബൈയിലേക്ക് പോയതാണ്. ഈ തക്കം നോക്കിയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30-ഓടെ 2 ഇതര സംസ്ഥാനക്കാർ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. പണമടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാക്കൾ വീടിനുള്ളിലേക്ക് കയറുന്നത് വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഇവർ മുഖം മറച്ച് മാരകായുധങ്ങളുമായാണ് എത്തിയത്. മോഷ്ടാക്കൾ 1 മണിക്കൂറിന് ശേഷം 3:30-ഓടെയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത്. വാതിലുകളും അലമാരകളും കള്ളന്മാർ നശിപ്പിച്ച നിലയിലാണ്. അലമാരയിലെ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കട്ടിലേക്ക് വാരി വലിച്ചിട്ടിട്ടുണ്ട്. CCTVകൾ പരിശോധിച്ചപ്പോഴാണ് കവർച്ച നടന്നതായി വീട്ടുകാർ അറിഞ്ഞത്. സംഭവത്തിൽ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊച്ചി. വീട് പൂട്ടി പുറത്തു പോകുന്നവർ സ്വർണവും പണവും വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് എത്ര പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാകില്ല. കള്ളന്മാർ നാട്ടിൽ വിലസി നടക്കുന്ന കാലം പൂട്ടിക്കൊടുക്കുന്ന വീടുകളാണ് മോഷ്ടാക്കളുടെ ലക്ഷ്യം. കോട്ടയത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 20 പവൻ സ്വർണവും പണവും മോഷ്ടിച്ചു. വീട്ടുകാർ മൂന്നാറിൽ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം. ഗാന്ധിനഗർ ചെമ്മനമ്പടിയിൽ ആലപ്പാട്ട് ചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച മൂന്നാറിൽ ചന്ദ്രന്റെ മകന്റെ വീട്ടിൽ പോയതായിരുന്നു വീട്ടുകാർ. ഞായറാഴ്ച രാത്രി തിരികെ എത്തുമ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിലിന്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിച്ച നിലയിലായിരുന്നു. അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് 20 പവനോളം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടതായി അറിയുന്നത്. ഉള്ളിലെ എല്ലാ അലമാരകളും വലിച്ചിട്ടിരിക്കുന്നു. സർവ്വ അലമാരകളും മറ്റുള്ള എല്ലാ സംഭവങ്ങളും വലിച്ച് നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രോ തുറന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന 5 വളകൾ എൻ്റെ മേശയ്ക്ക് അലമാരിക്കകത്തുണ്ടായിരുന്ന കാണുന്നു. പിന്നെ അതിനുശേഷം മോളെ ഭർത്താവ് വന്ന് നോക്കിയപ്പോൾ അവർ വെച്ചിരുന്ന ഏതാണ്ട് 8 പവൻ സ്വർണവും ഇല്ല. അങ്ങനെ ഏതാണ്ട് 20 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. 2 മുറികളിലെ അലമാരകളിലായിരുന്നു
സ്വർണം സൂക്ഷിച്ചിരുന്നത്. അലമാരകളിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരി നിലത്തിട്ട നിലയിലായിരുന്നു. സ്വർണമൊഴികെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും അപഹരിച്ചിട്ടില്ല. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് 1/2 കിലോമീറ്ററിനുള്ളിലാണ് മോഷണം നടന്നത്. പരാതിയെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏറ്റുമാനൂർ പുന്നത്തുറയിലും അടഞ്ഞുകിടന്ന വീട് കുത്തിത്തുറന്ന് കഴിഞ്ഞയാഴ്ച കവർച്ച നടത്തിയിരുന്നു. 12 പവൻ സ്വർണവും 4000 രൂപയുമാണ് അന്ന് നഷ്ടമായത്. ന്യൂസ് 18 കോട്ടയം. പ്രതികളെ പിടികൂടാൻ പോകുമ്പോൾ പോലീസിന് നേരെ പോലും ആക്രമണമുണ്ടാകാറുണ്ട്. പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ? തിരുവനന്തപുരം കാട്ടാക്കടയിൽ JCBയിൽ നിന്നും ഡീസൽ മോഷ്ടിച്ച കള്ളന് പിന്നാലെ പോയ ഉടമയെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. മോഷണ മുതലുമായി എത്തിയ കാർ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് JCBയിൽ നിന്നും ഡീസൽ മോഷ്ടിച്ചത്. കാറുമായി മുങ്ങിയയാളെ പിടികൂടാൻ പിന്നാലെ പോയപ്പോൾ JCB ഉടമയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് മറ്റൊരു ബൈക്കുമായി പ്രതി രക്ഷപ്പെട്ടു. കേസിൽ പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.